ഇനി നെക്സ്റ്റ് നമുക്ക് കോൺസെൻട്രിക് സർക്കിൾസ് മെത്തേഡ് വെച്ചിട്ട് വരയ്ക്കാം. ഈ സെയിം തന്നെ മേജർ ആൻഡ് മൈനർ ആക്സിസ് 120 ആൻഡ് മൈനർ ആക്സിസ് 80 mm വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 സർക്കിൾസ് നമുക്ക് വരയ്ക്കണം. ഫസ്റ്റ് സർക്കിൾ 120 mm, and second circle same center വെച്ചിട്ട് 80 mm. ഓക്കെ, ഇനിയിപ്പോൾ ഈ സർക്കിളിൽ നമുക്ക് എന്ത് ചെയ്യാം, 8 പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ 8 പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യും. 8 16 12 16 അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഈവൻ നമ്പർ ഓഫ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, റേഡിയൽ ലൈൻസ് വരയ്ക്കണം. നമുക്ക് റേഡിയൽ ലൈൻ ഹൊറിസോണ്ടൽ, ദിസ് ഹൊറിസോണ്ടൽ ലൈൻ, അടുത്ത് ഇവിടെ ഒരു റേഡിയൽ ലൈൻ. അപ്പം നമുക്ക് ടോട്ടലി 8 പാർട്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിനിപ്പം ഇന്നർ സർക്കിളിനെല്ലാം എന്തെങ്കിലും ഒരു പേര് കൊടുത്തോ, ഔട്ടർ സർക്കിളിനെല്ലാം എന്തെങ്കിലും നമുക്കൊരു പേര് കൊടുക്കും. ഓക്കെ, ഇന്നർ സർക്കിൾ എന്ന് പറയുമ്പോൾ ഈ പോയിന്റ്. ഓക്കെ, ഈ പോയിന്റിൽ 1 - ഈ പോയിന്റ് 2 - ഈ പോയിന്റ് 3 ഇത് 4 5 അങ്ങനെ കൊടുക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതിന് 1 2 3 അങ്ങനെയൊക്കെ പേര് കൊടുക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, കുറേ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കണം. ഇതൊരു വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, കണ്ടോ, വി കാണിക്കുന്നുണ്ട്, വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് അറിയാവുന്ന 4 പോയിന്റ്സ് എന്ന് പറയുന്നത് ഈ പോയിന്റ് അറിയാം. ഇത് മേജർ ആക്സിലെ ഒരു പോയിന്റ് ആണ്, ഇത് മേജർ ആക്സിലെ ഒരു പോയിന്റ് ആണ്, ഇത് മൈനർ ആക്സിലെ ഒരു പോയിന്റ്, ഇത് ഒരു മൈനർ ആക്സിലെ പോയിന്റ്. അപ്പോൾ ആ പോയിന്റ്സിൽ മാത്രം നമുക്ക് ലൈൻസ് വേണ്ട. ഓക്കെ, ബാക്കി എല്ലാ സ്ഥലത്തു നിന്നും. അപ്പോൾ ഇത് മൈനർ പോയിന്റിലെ ഒരു പോയിന്റ് ആണ്, അത് കാരണം അവിടെ ലൈൻസ് വേണ്ട. ഇനി ഇവിടുന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, ഇനി ഇവിടുന്ന് വെർട്ടിക്കൽ ലൈൻ മേളിലേക്കാണ്, മേളിലേക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ. ഇനി അടുത്ത് ഇവിടുന്ന് വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ 4 വെർട്ടിക്കൽ ലൈൻസ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് 4 ഹൊറിസോണ്ടൽ ലൈൻസും വരയ്ക്കണം. ഈ പോയിന്റിൽ നിന്ന് ഇത് 1, ഇത് 2ൻ്റെ പോയിന്റ് ആണ് അല്ലേ. 2ൽ നിന്ന് കണ്ടോ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ കണ്ടോ ഇവിടെ ഇന്റർസെക്ട് ചെയ്തു. ഇനി അടുത്ത ഈ പോയിന്റ്, ഇവിടെ നിന്ന് അടുത്ത ഹൊറിസോണ്ടൽ ലൈൻ, അടുത്തത് ഇവിടെ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ, അടുത്ത ഇവിടെ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഒക്കെ വരച്ചു. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ഒക്കെ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ജോയിൻ ചെയ്തു. ഈ പോയിന്റും ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റും ഈ പോയിന്റ് ഓൺ ദ മൈനർ ആക്സിസ്. നെക്സ്റ്റ് ഇന്റർസെക്റ്റിംഗ് പോയിന്റ്, ദ പോയിന്റ് ഓൺ ദി മേജർ ആക്സിസ്. അടുത്ത ഇന്റർസെക്റ്റിംഗ് പോയിന്റ്, അടുത്തത് പോയിന്റ് ഓൺ ദി മൈനർ ആക്സിസ്. ഇത് അടുത്ത ഒരു ഇന്റർസെക്റ്റിംഗ് പോയിന്റ്, അടുത്ത പോയിന്റ് ഓൺ ദി മേജർ ആക്സിസ്. ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ കർവ് മാത്രം നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. എച്ച് പെൻസിൽ വെച്ചിട്ട് അത് മാത്രം ബ്ലൂ കളറിൽ വെച്ചാൽ അത്രേ ഉള്ളൂ. കോൺസെൻട്രിക് സർക്കിൾസ് മെത്തേഡ് വെച്ചിട്ട് ഉള്ള പ്രോബ്ലം, എലിപ്സ് വരയ്ക്കുന്ന പ്രോബ്ലം. ഓക്കെ.